അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. നിലമ്പൂർ ഗവൺമെന്റ് ഐടിയിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് SFI ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം എന്നിവ ലഭിക്കാത്തതിനെ തുടർന്ന് പലരും വീട്ടിലേക്ക് മടങ്ങിയതായും പഠനം മുടങ്ങിയതായും SFI ആരോപിച്ചു. നിലമ്പൂർ ഗവൺമെന്റ് ITIയിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് SFI ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം എന്നിവ ലഭിക്കാത്തതിനെ തുടർന്ന് പലരും വീടുകളിലേക്ക് മടങ്ങിയതായും പഠനം മുടങ്ങിയതായും SFI ആരോപിച്ചു. ഭക്ഷണത്തിനുള്ള ധനാനുമതി ഇതുവരെ ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ITIയിലെ 57 SC, 47 ST വിദ്യാർത്ഥികളാണ് നിലവിൽ പഠിക്കുന്നത്. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോകുൽ ഉദ്ഘാടനം ചെയ്തു. സഖാക്കളെ, ഇവിടെ ഞങ്ങളെ കേൾക്കാനായി എത്തിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ, വളരെയേറെ ഞെട്ടിക്കുന്നതും ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതുമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ നിലമ്പൂരിലെ ITIയിലും നിലമ്പൂർ SC ST ITIയിലും സമാനമായി പ്രവർത്തിക്കുന്ന ആര്യനാട്ടെയും വയനാട്ടെയും ITIകളിലും സംസ്ഥാനത്തെ മുഴുവൻ വനിതാ ITIകളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെന്ന് പറയുന്നത് എന്താ? പുറത്തു വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വിഷയം, കഴിഞ്ഞ ജൂൺ മാസം 30-ാം തീയതി ക്യാമ്പസ് എക്സാമിന് വേണ്ടി പിരിയുന്നു. ജൂൺ മാസം 30-ാം തീയതി എക്സാമിന് വേണ്ടി പിരിഞ്ഞ് കഴിഞ്ഞ ആഗസ്റ്റ് മാസം 10-ാം തീയതി വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് വരുന്നു. ക്യാമ്പസിലേക്ക് വരുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലേക്ക് ചെന്ന് അവരുടെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ ക്യാമ്പസിൽ ഉൾപ്പെടെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ക്യാമ്പസുകളിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ 3 SC ST ITകളിലും വനിതാ ITകളിലും വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന പോഷകാഹാരം നിലച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണ പദ്ധതി നിലച്ചിരിക്കുന്നു. SC ST ITകളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക്, നിലവിൽ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെയും ഉച്ചത്തെയും വൈകിട്ടത്തെയും ഭക്ഷണം നിലച്ചിരിക്കുന്നു. എന്ത് സ്ഥിതിവിശേഷമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഈ സർക്കാരിനുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ SFI ആകുലതപ്പെടുകയാണ്. സഫാൻ യൂണിയൻ ചെയർമാൻ ഷിനു, പ്രവീൺ എന്നിവർ സംസാരിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് SFI നേതാക്കൾ അറിയിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.